ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കൊമറോസ് നിന്ന് താൻസാനിയയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി പോകാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് നേരെ ഷോപ്പിലേക്ക് പോയി അവിടുന്ന് കാറിൽ എയർപോർട്ടിലേക്ക് പോവാണ്. ഓക്കെ, അവിടെ ബോർഡിംഗ് പാസ് എടുത്തു. ഞാനും ആസിഫും എൻ്റെ കൂടെ ഉണ്ട് താൻസാനിയയിലേക്ക്. ഞങ്ങളെ ഫ്ലൈറ്റ് ഇവിടെ 4:10 ഇവിടുന്ന് പൊന്തുന്നത്. 1.5 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ കൊമറോസ് ഐലൻഡിൽ നിന്ന് താൻസാനിയയിലേക്ക്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റായി വിമാനത്തിലേക്ക് കയറാൻ. റൺവേയിൽ ഇവിടെ പിന്നെ നടക്കാവുന്ന ചെറിയൊരു ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നടന്ന് പോവാണ്. ചെറിയ ഫ്ലൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ എയർ താൻസാനിയ രണ്ടാളും ഒരുമിച്ച് ടിക്കറ്റ് എടുത്തു. അവൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, ഇസ എന്ന് പറയും. അവനവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കുള്ള. ഞങ്ങൾ വിമാനം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കൊമറോസിൻ്റെ കാഴ്ചകളോട് അവസാനിച്ചു. ഇനി ഫ്ലൈറ്റിൽ താൻസാനിയയിലേക്കുള്ള യാത്രയാണ്. അവനവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ചെന്നിറങ്ങുന്ന സമയത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ അവനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ ഞങ്ങളൊരു 10 ദിവസത്തെ സന്ദർശനത്തിനാണ് താൻസാനിയയിലേക്ക് പോകുന്നത്. അതിനവിടെ ഒരു പ്രാഡോ, ലാൻഡ് ക്രൂസർ പ്രാഡോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 ദിവസത്തിന് അവിടുത്തെ 20 ലക്ഷം വാടക വരും. താൻസാനിയൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ രൂപ 31 റുപ്പീസ് ആ വാല്യൂ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയിൽ പൈസക്കെട്ട് കുറേ കൊണ്ടിറക്കേണ്ടി വരും. ഇവിടെ കൊമറോസിൽ രൂപയ്ക്ക് 5 KMF കിട്ടിയിരുന്നുള്ളൂ. ഇവിടെ 31 കിട്ടും. എന്തായാലും ഞങ്ങൾ യാത്ര ഇന്ന് രാത്രിയിലേക്കുള്ള റൂം അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ദാറുസ്സലാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫ്ലൈറ്റ്. അപ്പോൾ ഇന്ന് ആ യാത്ര മാത്രമേ ഉള്ളൂ. നാളെ രാവിലെയാണ് ഞങ്ങൾ കിളിമഞ്ചാരോയിലേക്ക് പോകുന്നത്. പോണ മുമ്പ് ഞങ്ങൾക്ക് പൈസ മാറണം. യൂറോ താൻസാനിയൻ്റെ ഷില്ലിങ്ങിലേക്ക് മാറി ആ ക്യാഷറ്റ് വേണം യാത്ര തുടരാൻ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കിളിമഞ്ചാരോ, അത് കഴിഞ്ഞ് ഗരംഗരോ നാഷണൽ പാർക്ക്, ലേക്ക് മന്യാറ തടാകം, ചരംഗട്ടി നാഷണൽ പാർക്ക്. ചരംഗട്ടി എന്ന് പറഞ്ഞാൽ മസായിമാരോ കെനിയൻ്റെ അത് 1500 സ്ക്വയർ കിലോമീറ്റർ ആണെങ്കിൽ ചരംഗട്ടി 15,000 സ്ക്വയർ കിലോമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ 10 ഇരട്ടി വലുപ്പം കൂടുതലുള്ള അനിമൽസിൻ്റെ ഏരിയയിലേക്കൊക്കെയാണ് പോകാൻ കരുതുന്നത്. പിന്നീട് ഇറിങ്ക പറഞ്ഞാൽ ഗോൾഡ് മൈനിങ്ങിൻ്റെ സ്ഥലമാണ്. അത് ഉൾപ്പെടെ ഒരു റൗണ്ട്. അതിനാണ് 10 ദിവസത്തിന് ഞങ്ങൾ റെൻ്റേ കാർ എടുത്തിട്ടുള്ളത്. അവൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളെ ഡ്രൈവർ ഇസ. വണ്ടീൻ്റെ കാര്യങ്ങളും എല്ലാം അവന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള ചെറുതായിട്ടുള്ള ലഘു ഫുഡ് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലൈറ്റിൽ ആൾ വളരെ കുറവാണ്. അപ്പോൾ ഒരു സീറ്റിൽ 3 സീറ്റുള്ളതിൽ ഒരാൾക്ക് തന്നെ ഉഷാറായിട്ട് യാത്ര ചെയ്യാം. 1.5 മണിക്കൂർ യാത്ര ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ഈ യാത്ര കംപ്ലീറ്റ് ഒരു റോഡ് യാത്രയാണ് താൻസാനിയയിൽ കംപ്ലീറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഡ്രൈവർ ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് ആ ടെൻഷനില്ല. വണ്ടി ഓട്ടേണ്ടതില്ല. നമുക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാം, ഒക്കെ ചെയ്യാം. ആസിഫിൻ്റെ ഒരു ഫ്രണ്ടാണ് ഇസ. അവനോട് പറഞ്ഞ് സെറ്റാക്കി
പോവേണ്ട റൂട്ടുകളൊക്കെ തർത്തീബാക്കിയിട്ടാണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അതിൽ നിന്ന് ലഘു ഫുഡായിട്ട് കിട്ടിയുള്ള ഒരു ജ്യൂസും ബെന്നും. ഭക്ഷണം കഴിക്കാനുള്ളൊരു ടൈമൊന്നുമില്ല. അപ്പോൾ നമ്മൾ താൻസാനിയൻ്റെ അതിർത്തിയിലേക്ക് എത്തി. ഒരു കടൽ കടക്കുന്ന ദൂരം. അതൊരു ദ്വീപല്ലേ, കൊമറോസ്. താൻസാനിയൻ്റെ സ്ഥലമാണ് ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ താൻസാനിയ കൊമറോസിനെ അപേക്ഷിച്ച് തണുപ്പ് കൂടിയ സ്ഥലമാണ്. ദാറുസ്സലാമിലാണ് തണുപ്പ് കുറച്ച് കുറവ്. നമ്മൾ പിന്നെ ഇവിടെ യാത്ര ചെയ്യുന്ന മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിലും യൂട്യൂബിലും ഒക്കെ നോക്കിയിട്ടും നമ്മൾ ഒന്ന് തർത്തീബാക്കിയിട്ടുണ്ട്. അപ്പോൾ യാത്ര എത്ര കിലോമീറ്റർ ചെയ്യണം. ടോട്ടൽ 2800 കിലോമീറ്റർ യാത്രയാണ് ഞങ്ങളിതിൽ കണക്കാക്കിയിട്ടുള്ളത്, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ ദാറുസ്സലാം എയർപോർട്ടിൽ ലാൻഡായിട്ടോ ഫ്ലൈറ്റ്. ഇനി ഇവിടെ എമിഗ്രേഷനിൽ ഞങ്ങൾ ടൂറിസ്റ്റുകൾക്ക് 50 യൂറോയാണ് വിസക്ക്, ടൂറിസ്റ്റ് വിസ. അപ്പോൾ അത് ഇവിടെ അതേപോലെ യെല്ലോ ഫീവറിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്കൊരു കാർഡ് കിട്ടും. ഞാനത് കൊച്ചിയിൽ നിന്ന് എടുത്തിരുന്നു. അത് നിർബന്ധമാണ്, അല്ലാതെ ഇവിടെ ഇറങ്ങാൻ തീരെ കഴിയില്ല. അത് ആദ്യം നമ്മൾ എയർപോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ യെല്ലോ ഫീവറിൻ്റെ പേപ്പറാണ് കാണിക്കേണ്ടത്. അതിന് ശേഷമുള്ള നമുക്ക് അടുത്ത സ്റ്റെപ്പ് തന്നെ കിട്ടണുള്ളൂ. അപ്പോൾ ദാറുസ്സലാം എയർപോർട്ടിൽ ഇറങ്ങി. ഇവിടെ നിന്ന് തന്നെ കൂടുതൽ യാത്ര ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൂവ് ആനുള്ളൂ. അപ്പോൾ ദാറുസ്സലാമിൻ്റെ മണ്ണിൽ കാലുകുത്തി യാത്ര ആരംഭിക്കുകയാണ്. നേരെ എമിഗ്രേഷനിൽ കഴിഞ്ഞ് എമിഗ്രേഷനിൽ ഞങ്ങളൊന്ന് ബുദ്ധിമുട്ടി. ഞങ്ങൾ ഈ റിങ്കലൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾ ബിസിനസ് ആർത്താണ്, അതുകൊണ്ട് 250 യൂറോൻ്റെ വിസ എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് സമയം അവിടെ പെട്ട്, 1 മണിക്കൂർ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്തായാലും ലാസ്റ്റ് ചെറിയൊരു പൈസ കൊടുത്ത് ഞങ്ങൾ വിസ എടുത്തു പോന്നു. ഇതാണ് നമ്മളെ വണ്ടി. അത് നമ്മളെ വിസ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. രാത്രിയാണ്, ഇരുട്ടായി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനും കുറച്ച് വൈകി. ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. പിന്നെ ഇവിടെ കൂടുതൽ മറ്റുള്ള വിഭവങ്ങളിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. നേരെ KFC. അതാകുമ്പോൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ എല്ലായിടത്തും KFC ഒരുപോലല്ലേ, അത് കഴിക്കാമെന്ന് കരുതി. ഇനി നേരെ റൂമിലേക്ക് പോവാണ്. റൂമിലെത്തി ഫ്രഷായി റൂമെടുത്തു. അപ്പോൾ അവനായി തന്നെ ബുക്ക് ചെയ്ത റൂമിലേക്കാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിവിടെ ഈ റൂമിൽ ഫ്രഷായിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കും. അപ്പോൾ കിളിമഞ്ചാരോ യാത്രയുടെ വീഡിയോയുമായി അടുത്ത പുലരുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബായ്.